ഹായ്, എൻ്റെ പേര് മരിയ എന്നാണ്. ഞാൻ ഇവിടെ UK റെസിഡൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡറാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ആവശ്യത്തിന് നാട്ടിലുള്ള പോലീസ് ക്ലിയറൻസ് വേണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, അതിൻ്റെ എന്തൊക്കെയാണ് ഞാൻ ഫേസ് ചെയ്തത്, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇവിടെ നിന്ന് പോലീസ് ക്ലിയറൻസ് ചെയ്യുമ്പോൾ നമുക്കിത് ഓൺലൈനിൽ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ആസ് എ പേഴ്സൺ അവിടെ പോയിട്ട് അപ്പോയിൻമെൻറ്റ് അവരുടെ മുന്നിൽ അവിടത്തേക്ക് പോകണം, അപ്പോയിൻമെൻ്റ് അടുത്ത് പോകണം. എല്ലാം ഓൺലൈനിൽ ചെയ്യാൻ പറ്റില്ല. ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്യാം, പക്ഷേ ആ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് വേണം പോകണമെങ്കിൽ. അപ്പോൾ അതിൻ്റെ ചെറിയ സ്റ്റെപ്പുകളെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് കാര്യമാണ് മെയിനായിട്ട്. ആദ്യം അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യണം. നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ലണ്ടനിൽ ഉണ്ട് ഒരെണ്ണം, ഗോസ്വെല്ലിൽ ഉണ്ട് ഒരെണ്ണം, പിന്നെ ബർമിംഗ്ഹാമിലാണുള്ളതെന്ന് തോന്നുന്നുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ അറിയില്ല. അപ്പോൾ അത് നമ്മൾക്ക് ഇങ്ങനെ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ കാണിക്കും. അത് നിങ്ങളുടെ ഏതാണ് ഏരിയ അടുത്ത് എന്ന് നോക്കിയിട്ട് അവിടെ അപ്പോയിൻമെൻറ്റ് ആദ്യം ബുക്ക് ചെയ്യുക. ടൈം സ്ലോട്ടൊക്കെ നോക്കിയിട്ട് ബുക്ക് ചെയ്യുക. ഏറ്റവും ബെറ്റർ കുറച്ച് ലേറ്റ് ആയിട്ടുള്ള ടൈം സ്ലോട്ടായിരിക്കും. കാരണം എന്താ വെച്ചാൽ ആ സമയത്ത് ചിലപ്പോൾ അവർ എല്ലാവരും കയറ്റിവിടും. അപ്പോൾ ഇങ്ങനെ വരിയിൽ ക്യൂവിൽ പുറത്തൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ അങ്ങനെ സ്ലോട്ട് വെച്ചിട്ട് തന്നെ അവർ അലൗ ചെയ്യുള്ളൂ. അപ്പോൾ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുക, പിന്നെ അപ്ലിക്കേഷൻ ഇടുക. അതാണ് അടുത്തൊരു ചടങ്ങ്. അപ്ലിക്കേഷൻ ഇടുന്നത് അതിന് ആദ്യം നമ്മളുടെ അക്കൗണ്ട് പോലെ ഒരു കാര്യം രജിസ്റ്റർ ചെയ്യണം അവരുടെ സൈറ്റിൽ. അത് നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. PCC ഫ്രം ഇന്ത്യ UK എന്നൊക്കെ പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ വരും. അപ്പോൾ അതിനകത്ത് അപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ഒരു 7 സ്റ്റെപ്പ് ഉള്ള ഒരു അപ്ലിക്കേഷൻ ഫോം ഉണ്ട്. അത് സമയമെടുത്ത് എല്ലാ ഡീറ്റെയിൽസും ചെക്ക് ചെയ്ത് പാസ്പോർട്ടിലുള്ള പോലെ തന്നെ ആക്കിയിട്ട് വേണം നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട്. ഫില്ല് ചെയ്തിട്ട് ലാസ്റ്റ് സ്റ്റെപ്പിൻ്റെ സമയത്ത് നമുക്ക് അതിനകത്ത് കാണിക്കും, നമുക്ക് ഡബിൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ടൈം ഉണ്ട് അതിനകത്ത്. അപ്പോൾ അത് ചെക്ക് ചെയ്തത് ഡ്രാഫ്റ്റായിട്ട് സേവ് ചെയ്ത് പിന്നെയും കാര്യങ്ങൾ എന്തെങ്കിലും കിട്ടാത്തൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ആഡ് ചെയ്താലും മതി. ലാസ്റ്റ് സബ്മിറ്റ് കൊടുത്താൽ മാത്രമേ ഇത് സബ്മിഷനിൽ പോവുള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കത് അപ്പോയിൻമെൻറ്റിൻ്റെ തലേദിവസം ചെയ്യാം. ഞാൻ തലേദിവസം രാത്രി നട്ട് ചെയ്തത് ഒരു മിസ്റ്റേക്ക് വന്നപ്പോൾ ഞാൻ പിന്നെയും ഒന്നും കൂടി സബ്മിറ്റ് ചെയ്ത് വേറൊരു അപ്ലിക്കേഷൻ ഇട്ടു. അതിനൊന്നും കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നത് ഞാനൊരു 3 ഇട്ടിട്ടുണ്ടാവും. ഇത് ചെക്ക് ചെയ്യും, അപ്പോൾ ഓരോന്ന് മിസ്സാവും. പിന്നെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് മര്യാദയ്ക്ക് ഫുൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. പിന്നെ ചില ഡോക്യുമെൻറ്റ്സ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഞാൻ ശ്രമിച്ചിട്ട് വന്നില്ല, എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഡോക്യുമെൻറ്റ്സ് വന്നില്ല. എനിക്കൊന്ന് ഫോട്ടോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അവരുടെ സൈസ് അനുസരിച്ച് അവരുടെ സൈസും കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ആഡ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് വിശ്വസിക്കുന്നത്. ഇല്ലെങ്കിലും അവിടെ പോയാൽ ചെയ്യാൻ പറ്റും. അവർ അപ്ലോഡ് ചെയ്തോളും, പൈസ കൊടുത്താൽ മാത്രം മതി. അപ്പം അങ്ങനെയാണ് നമ്മുടെ അപ്ലിക്കേഷനും അപ്പോയിൻമെൻറ്റും അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് പ്രിൻ്റ് ഓപ്ഷൻ ഉണ്ട്. പ്രിൻ്റ് ചെയ്ത് അതൊരു കോപ്പി കയ്യിൽ വെക്കണം. പിന്നെ നമ്മുടെ അപ്പോയിൻമെൻറ്റിൻ്റെ ലെറ്റർ, ടൈമും സ്ഥലമൊക്കെ എഴുതിയിട്ടുള്ള എന്തിനാണ് എന്നുള്ളതൊക്കെ എഴുതാനുള്ള ഇതൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു ലെറ്ററും ഉണ്ട്. അത് രണ്ടും നമ്മൾ കയ്യിൽ വെക്കണം. പിന്നെ നോക്കി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടും. അതും വെക്കണം. അതൊന്നും പ്രത്യേകിച്ച് ആവശ്യമുള്ള സാധനമല്ല, പക്ഷെ അത് അവർ ചോദിക്കും ഇങ്ങനെ ഓർഡർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ചെക്ക് ലിസ്റ്റിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് വെക്കാം. ഒറിജിനൽസും കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും. ചില സമയത്ത് ഒറിജിനൽസ് ചോദിക്കാൻ സാധ്യതയുണ്ട്, പക്ഷെ എൻ്റെ കേസിൽ ചോദിച്ചില്ല. പാസ്പോർട്ടും ബാക്കി ഡോക്യുമെൻറ്റ്സ് അറേഞ്ച് ചെയ്തത് അങ്ങനെയാണ് കൊടുത്തത്. എനിക്ക് തോന്നുന്നത് പിന്നെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പം എൻ്റെ കേസിൽ ഞാൻ പാസ്പോർട്ടിലെ അഡ്രസ്സ് മാത്രമാണ് ചേഞ്ച് ചെയ്തത് കല്യാണത്തിന് ശേഷം. ബാക്കി ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ രണ്ട് അഡ്രസ്സാണ്. ആധാറിലും മറ്റേതിലൊക്കെ എൻ്റെ സ്വന്തം വീട്ടിലെ അഡ്രസ്സും പിന്നെ കല്യാണം കഴിച്ചതിന് ശേഷമുള്ള ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അഡ്രസ്സാണ് പാസ്പോർട്ടിൽ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല. മാരേജ് സർട്ടിഫിക്കറ്റ് എൻ്റെ കോപ്പി വെച്ചാൽ മതി.
അപ്പോൾ അവർ സമ്മതിക്കും. നിങ്ങൾക്ക് പിന്നെ ഒരു കാര്യം ചെയ്യാം, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ VFSൻ്റെ ഹെൽപ്പ് ലൈനിൽ വിളിച്ച് ചോദിക്കാം. ഞാൻ അങ്ങനെ ഹെൽപ്പ് ലൈനിൽ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹെൽപ്പ് ലൈനിൽ ചോദിച്ചപ്പോൾ അവർ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. നമുക്ക് ഡൗട്ടുള്ളതൊക്കെ ചോദിക്കാനാണ് ഹെൽപ്പ് ലൈനിൻ്റെ നമ്പർ ഉള്ളത്, അത് ചെയ്യാം. ഇല്ലെങ്കിൽ നേരിട്ട് ഹൈ കമ്മീഷനിലേക്ക് വിളിക്കാം. അപ്പോൾ ആ ഹൈ കമ്മീഷൻ ഇപ്പോൾ VFS എന്ന് പറയുന്നത് ഒരു ഇടനിലക്കാർ എന്ന രീതിയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ VFSകാർ ഹൈ കമ്മീഷനിലേക്കാണ് കാര്യങ്ങളൊക്കെ അയക്കുന്നത്. അപ്പോൾ ഹൈ കമ്മീഷനിൽ കുഴപ്പമില്ലെങ്കിൽ പ്രശ്നമില്ല. അപ്പം ഞാൻ 2 സ്ഥലത്തേക്കും വിളിച്ച് ചോദിച്ചിരുന്നു ഈ അഡ്രസ്സിൻ്റെ കാര്യമൊക്കെ. അതേപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ VFS ഹെൽപ്പ് ലൈനിലോ അല്ലെങ്കിൽ ഹൈ കമ്മീഷനിലേക്ക് ഡയറക്റ്റ് വിളിച്ച് ചോദിക്കാം. കാരണം നമുക്ക് കുറേ സംശയം വരും. കാരണം എന്താ വെച്ചാൽ ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ്റെ അകത്ത് ഫോട്ടോ നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ ഒരു ഫോട്ടോൻ്റെ സ്പേസ് കാണും. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് 35-45 mm ആണ് ഫോട്ടോൻ്റെ സൈസ് എഴുതിയിട്ടുള്ളത്. പക്ഷെ ആ സൈസ് നമ്മൾ പുറത്തുനിന്നുള്ള കടകളിൽ നിന്ന് എടുക്കുമ്പോൾ ആ സൈസ് കുറച്ച് വ്യത്യാസമുണ്ട്. അവരുടെ അവിടെ അകത്തുനിന്ന് എടുക്കുന്നതിനേക്കാളും വ്യത്യാസമുണ്ട്. സൈസ് ഇച്ചിരി ഒരു സൈസിൻ്റെ ഒരു വ്യത്യാസമൊക്കെ ഉണ്ട്. പിന്നെ അവരെടുക്കുന്ന പാറ്റേൺ വ്യത്യാസമുണ്ട്. അവർ കുറച്ചും കൂടി സൂം ചെയ്തിട്ടൊക്കെയാണ് എടുക്കുന്നത്. നമുക്ക് ഇപ്പോൾ സ്നാപ്പി ചാറ്റോ എന്ന സ്ഥലം കടയൊക്കെ ഇല്ലേ ഈ ഫോട്ടോ എടുക്കുന്നത്, അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇച്ചിരി സൈസ് വ്യത്യാസമുണ്ട്. പിന്നെ അപ്പോൾ നമ്മൾ വിചാരിക്കും, നമ്മൾ ചെക്ക് ലിസ്റ്റിൽ നോക്കുമ്പോൾ അവിടെ 2 ഇഞ്ച് × 2 ഇഞ്ചാണ്. അത് രണ്ടും വ്യത്യാസമുണ്ടല്ലോ. 35 × 45 2 ഇഞ്ച് 2 ഇഞ്ചും വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ 2 സൈസും കൊണ്ട് പോയിട്ടും ശരിയായില്ല. ഞാൻ അവിടെ നിന്ന് അവരുടെ അടുത്ത് തന്നെയാണ് ഫോട്ടോ എടുത്തതും അവർ തന്നെയാണ് അപ്ലോഡ് ചെയ്തതും. അപ്പം ബെറ്റർ അവിടെ നിന്ന് എടുക്കുന്നതാണ് നല്ലത്. വെറുതെ പൈസ കളയണ്ട. ഞാൻ ഫോട്ടോ എടുത്ത് ഒരു 10, 20, 25 പൗണ്ട് കളഞ്ഞു. അതിൻ്റെ ആവശ്യമില്ല. അവിടെ പോയാൽ ഫോട്ടോ എടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടല്ലോ, തൽക്കാലത്തിന് അങ്ങനെയൊക്കെ കയ്യിൽ വെച്ചാൽ മതി. 2 ഫോട്ടോയേ ആവശ്യമുള്ളൂ. അവർ പറ്റില്ല എന്ന് തന്നെയേ പറയുള്ളൂ. കാരണം അവരുടെ ഡോക്യുമെൻറ്റ്സിൽ അത് സെറ്റാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ നടക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത്രയും പൈസയുടെ കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയാണ് പ്രൊസീജിയർ. പിന്നെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ക്ലിയർ കോപ്പി ആയിട്ടുണ്ടാവണം. അതിൽ നമ്മൾ സൈൻ ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവണം. നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് ആണ് കൊടുക്കേണ്ടത് എല്ലാതും. പിന്നെ ഈ അക്കൗണ്ട് വഴി നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഒരു സ്ലിപ്പ് തരും. അപ്പം നമ്മളുടെ പോസ്റ്റിൽ വരും ഇത് പോലീസ് ക്ലിയറൻസിൻ്റെ. വലിയ ചടങ്ങുള്ള പരിപാടിയല്ല, പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്താൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ എന്തെങ്കിലും അങ്ങനെ അഡ്രസ്സിൻ്റെ പേരിൻ്റെ അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് ഇത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവുക. അപ്പം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇവിടുത്തെ അഡ്രസ്സിൻ്റെ ഒരു പ്രൂഫേ വേണ്ടൂ. ഇവിടുത്തെ ഒരു അഡ്രസ്സിൻ്റെ പ്രൂഫും നാട്ടിലെ അഡ്രസ്സിൻ്റെ പ്രൂഫും. പിന്നെ എനിക്ക് തോന്നുന്നത് അവർ ആധാർ കാർഡൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം. പിന്നെ അതൊക്കെ എടുത്ത് എനിക്ക് തന്നെ തന്നു. എനിക്കറിഞ്ഞുകൂടാ, അതൊക്കെ എനിക്ക് തന്നെ തന്നു. പിന്നെ പാൻ കാർഡിൻ്റെ നമ്പറൊക്കെ പാൻ കാർഡിൻ്റെ അല്ല, ഇതിൻ്റെ വോട്ടർ ID-യുടെ നമ്പറൊക്കെ ആഡ് ചെയ്ത് അതിൻ്റെ കോപ്പിയൊക്കെ വെച്ച് അതൊക്കെ തിരിച്ചു തന്നു. പിന്നെ മെയിനായിട്ട് വേണ്ടത് ഷെയർ കോഡ് കൊണ്ടുപോയി കഴിഞ്ഞാൽ സമ്മതിക്കില്ല. ഷെയർ കോഡ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് വരുമല്ലോ, ഏത് വർഷം തൊട്ട് ഏത് വർഷം വരെയാണ് നമുക്ക് വിസ സ്റ്റാറ്റസ് ഉള്ളത് എന്നുള്ളത്. ആ പാർട്ടാണ് അവർക്ക് വേണ്ടത്. അല്ലാതെ ഷെയർ കോഡ് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ഒരു ഷെയർ കോഡിൻ്റെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് എടുത്ത് വരാൻ പറയും. പിന്നെ വേണ്ടത് വേറെ എന്തെങ്കിലും വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. അഡ്രസ്സ് രണ്ടിൻ്റെയും പ്രൂഫ് എന്തായാലും വേണം. പാസ്പോർട്ടിൻ്റെ കോപ്പി, പാസ്പോർട്ട് ഒറിജിനല്, പിന്നെ എന്തുമായിരുന്നു, പിന്നെ ഇവിടുത്തെ വിസയുടെ സ്റ്റാറ്റസ്, ഇത്രയൊക്കെ തന്നെ വേണ്ടോ അവർക്ക്. പിന്നെ ഇവിടുത്തെ അഡ്രസ് പ്രൂഫ്, അത്രയൊക്കെ വേണ്ടോയിരിക്കും. അത്രയൊക്കെ തന്നെ ചെക്ക് ലിസ്റ്റിലുള്ളൂ. പിന്നെ എല്ലാത്തിൻ്റെയും ഇത് എടുത്ത് വയ്ക്കുക. എല്ലാത്തിൻ്റെയും ഒരു ഡിജിറ്റൽ ഫോമിൽ ഒരു കോപ്പിയോ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് വയ്ക്കുക. അങ്ങനെ ആകുമ്പോൾ ഇൻ കേസ് അവർ ചോദിക്കുകയാണെങ്കിൽ
അടുത്ത് തന്നെ പോയി കടയുണ്ട്, അവിടെ നിന്ന് പോയി പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് വന്നാൽ മതി. പ്രിൻ്റ് ഔട്ട് അവിടെ നിന്ന് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പൈസ കൂടുതലാണ്. പരമാവധി നമ്മൾ ഇവിടെയൊക്കെ UK ബെറ്റർ ഓപ്ഷൻ പ്രിൻ്റ് എടുക്കാനായിട്ട് ലൈബ്രറിയാണ്. ലൈബ്രറിയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ, പബ്ലിക് ലൈബ്രറിയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത്ര പൈസയൊന്നും ആവില്ല. 20 പെൻസോ 30 പെൻസോ അത്രയൊക്കെ തന്നെ ഉള്ളൂ തോന്നുന്നുണ്ട്. വളരെ ചീപ്പാണ് ലൈബ്രറിയിൽ നിന്ന് എടുക്കാൻ. പക്ഷേ ബാക്കി എല്ലാ കടയിലും പോയി 1 പൗണ്ട് 1.5 പൗണ്ട് വരെ മേടിക്കും. അപ്പോൾ മാക്സിമം അങ്ങനത്തെ പ്രിൻ്റ് ഔട്ടൊക്കെ എടുക്കാനുള്ളതൊക്കെ എടുത്ത് വെക്കുക. എല്ലാം പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് വെക്കുക. പെന്ന് കൊണ്ടുപോവുക, സൈൻ ചെയ്യാനൊക്കെ ഉണ്ട്. പിന്നെ ഒറിജിനൽസ് കൊണ്ടുപോവുക. അത്രയൊക്കെയാണ് ചെയ്യാനുള്ളത്. പിന്നെ ഈ ഫോട്ടോയും കാര്യങ്ങളെല്ലാം അവിടെ ചെന്നിട്ട് എടുക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലത്. അല്ലെങ്കിൽ വെറുതെ നമ്മളുടെ കയ്യിൽ നിന്ന് കുറേ പൈസയും പോവും. ഇപ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല പൈസയാണ്. ഫോട്ടോ ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു ഇന്ത്യൻ പാസ്പോർട്ട് സൈസ് ഫോട്ടോ UK എടുക്കണമെങ്കിൽ ഏകദേശം ഒരു 14 പൗണ്ട് കൊടുക്കണം 8 ഫോട്ടോ കിട്ടണമെങ്കിൽ. അതേപോലെ 4 ഫോട്ടോ മറ്റേ വലിയ സൈസുള്ള ഫോട്ടോ 2 ഇഞ്ചിൻ്റെ 2 ഇഞ്ചിൻ്റെ 4 എണ്ണം എടുക്കണതിന് 16 18 പൗണ്ടുണ്ട്. അത് നല്ലൊരു എമൗണ്ടാണ്. ശരിക്കും നാട്ടിൽ നിന്നൊക്കെ എടുത്ത് വരണ ഫോട്ടോയ്ക്ക് നമുക്ക് നാട്ടിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് വന്നാലും ഇവിടെ സമ്മതിക്കില്ല. അതുകൊണ്ട് അതെടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നാട്ടിലാവശ്യത്തിന് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അല്ലേ ബെറ്റർ ഓപ്ഷൻ അവരെ വിളിക്കുന്നതായിരിക്കും. അതിനാണല്ലോ ലൈഫിൽ അവരുടെ ഈ VFS ഹെൽപ്പ് ലൈനും, ലൈഫ് ലൈൻ എന്നാണ് പറഞ്ഞത്, ഹെൽപ്പ് ലൈനും പിന്നെ ഇതും മറ്റേ ഹൈ കമ്മീഷനിലേക്ക് ഡയറക്റ്റ് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യം സെറ്റ്.